Action. Okay, ready, action, cut it. Hello, pack up. Adira parnu pack up. Okay, let's go. Ready? ഇതൊക്കെ റെക്കോർഡിംഗ് ഓക്കെ അടിപൊളി. എന്നാ പിന്നെ ഇങ്ങനെ തുടങ്ങിയാൽ മതിട്ടോ. ഓക്കെ ശരി, നമുക്ക് ഇന്റർവ്യൂ കിട്ടിയല്ലോ അല്ലേ? റെഡി. ഹായ് എവരിവൺ, സുസ്മി ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ടുഡേയ്സ് ആസ്ക് ഷാഫി ഷോ. ഇന്നത്തെ ആസ്ക് ഷാഫി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻസും ഇതൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആദ്യം റെഡിയാണ്. ആർ റെഡി? ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ക്വസ്റ്റ്യൻ. ബട്ട് ബിഫോർ അതിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ചാനലിൽ നിങ്ങൾ കാണുന്ന വീഡിയോസ് എങ്ങനെയുണ്ട്? നമ്മുടെ ടീമിൻ്റെ ഒരു നല്ലൊരു എഫേർട്ട് ഉണ്ട്. പ്രത്യേകിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ ബാംഗ്ലൂർ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബാംഗ്ലൂർ എന്നുള്ള നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞാൽ പോരല്ലോ, പക്ഷെ നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ അതിന് എല്ലാവരും എന്ന് വെച്ചാൽ നാഷിക്ക് നല്ലൊരു ഷൗട്ട് ഔട്ട് കൊടുക്കണം. നാഷിക്ക് മാത്രമല്ല, നാഷിയാണെന്ന് വെച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് വ്ളോഗ്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ സിനിമാറ്റോഗ്രാഫീസ് ആയിട്ട് സജഷൻസും കാര്യങ്ങളും ഐഡിയ ആയിട്ട് എപ്പോഴും നമ്മുടെ മെഹ്റൂഫ് ഉണ്ട്, നമ്മുടെ ക്രിയേറ്റീവ് ഹെഡാണ്, പുള്ളിയുണ്ട്. അതേപോലെ തന്നെ ആതിര, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ എന്താ വെച്ചാൽ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുകൊണ്ട് പറയണ്ടല്ലോ, ഞാനുണ്ടായിരുന്നു. അപ്പോൾ എനിവേ, give us some appreciation to get motivated, to give you more. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന്, സപ്പോർട്ടിന്, എല്ലാത്തിനും നന്ദി അറിയിക്കുകയാണ്. അപ്പം ഒരു ടീം വർക്കാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരുപാട് പേര് ഇതിന് വേണ്ടി എഫോർട്ട് ഇടുന്നുണ്ട്. അപ്പം ഇനിയും നിങ്ങളിലേക്ക് കണ്ടന്റുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അത്യാവശ്യമാണ്. അപ്പോൾ കമൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് മോർ വ്യൂസ് from your friends and family. Anyway, let's get into the show. First question, please. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എൻഡ് ചെയ്തത് റസീലിന്റെ ചോദ്യം വെച്ചായിരുന്നു. റസീൽ വെള്ളിപ്പറമ്പ്, ഒരു പ്രൊഡക്റ്റ് പ്രൈസ് ഏറ്റവും റീസണബിൾ ആയി എങ്ങനെ ഈടാക്കാൻ പറ്റും? കസ്റ്റമർ നിങ്ങളുടെ റേറ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാം? ഒരു റഫ് കസ്റ്റമറെ സൈക്കോളജിക്കലായി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഒരു റഫ് കസ്റ്റമറെ എങ്ങനെ സൈക്കോളജിക്കലായിട്ടുള്ള എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ആ ക്വസ്റ്റനിലേക്ക് ആദ്യം പോവാം. ഓക്കെ, സോ റസേൽ, ഒരു റഫ് കസ്റ്റമറെ എങ്ങനെ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെയല്ല. സോ റെസ്പെക്ട് ദ ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതൊരു സ്ത്രീ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെട്രോ സിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും ശരി, ഇൻകം കൂടുതലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇൻകം കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ പുറമെ ക്യാരക്ടർ വൈസ് ചെയ്തിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടാവും. പല കാര്യങ്ങളും ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ പല ചോയ്സസ് ഡിഫറൻസസ് ഉള്ള, ടേസ്റ്റ് ഡിഫറൻസസ് ഉള്ള, മറ്റു തരത്തിലും പല രീതിയിലും പ്രിഫറൻസുകളിൽ ഡിഫറൻസസ് ഉള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അത് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, എല്ലാവരും ഒരേ സാഹചര്യത്തിൽ നിന്നായിരിക്കില്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അവരുടെ സംസ്കാരത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും, അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറിൽ ഡിഫറൻസസ് ഉണ്ടാകും. ഇതിനൊക്കെ പുറമെ അവർ നമ്മളെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ പലപ്പോഴും പലരായിരിക്കും, പല രീതിയിലായിരിക്കും. ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും വിശന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഷുഗർ ലെവൽ താഴ്ന്നിട്ടായിരിക്കും പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡായിട്ട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വേറൊരാളോട് വഴക്ക് കൂടിയിട്ടായിരിക്കും, സ്വന്തം ഭാര്യയോട് വഴക്ക് കൂടിയിട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് വഴക്ക് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ടാവുക. ഡസൻറ്റ് മാറ്റർ, അവർ ഏത് രീതിയിൽ വന്നോട്ടെ, നമ്മുടെ ഫീലിങ്സ് അല്ല പ്രധാനം, മറിച്ച് അവരുടെ ജസ്റ്റിസ് ആണ് പ്രധാനം, അല്ലെങ്കിൽ അവരുടെ ന്യായം തന്നെയാണ് പ്രധാനം. ഇസ് ദാറ്റ് റൈറ്റ്? നമ്മുടെ ന്യായമല്ല പ്രധാനം, അവരുടെ ഫീലിങ്സ് ആണ് പ്രധാനം. അങ്ങനെയാണ് പറയേണ്ടത്. അവരുടെ ഫീലിങ്സ് എന്താണ്, ആ ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെയിൻ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് അവരോട് സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ എല്ലാവരും ഒരേ മൂഡിലായിരിക്കില്ല, ഒരേ ഒരു ഫീലിങ്ങിലായിരിക്കില്ല. അപ്പോൾ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്താൽ ഫസ്റ്റ് ഞാൻ ഐഡിയ കസ്റ്റമർ കെയർ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ്, കൊച്ചി തോപ്പുംപടിയിൽ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള 14 ജില്ലകളിൽ നിന്നുള്ള പച്ചത്തെറികൾ ഞാൻ കേട്ടിട്ടുള്ള ഒരാളാണ്. അതെനിക്ക് മാത്രമല്ല, എൻ്റെ എന്താ പറയുക, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും, അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട്, അവർ തരാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് വിളിക്കും, പല രീതിയിലുള്ള ആൾക്കാർ വിളിക്കും. പക്ഷേ ഞങ്ങളോട് അവിടുന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, യു കീപ് ദ പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ നമ്മുടെ ജോലി ചെയ്യാൻ വന്നതാണ്. അവർ വിളിക്കുന്നത് നമ്മളെയല്ല, അവർ വിളിക്കുന്നത് ആ സ്ഥാപനത്തെയാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനം ചെയ്ത തെറ്റിനെയാണ്. അതും ആയിരിക്കില്ല, ആ സ്ഥാപനത്തെ അല്ല അവർ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവുക, അവരുടെ വിഷമം പ്രകടിപ്പിക്കുകയാണ്.
അവിടെ സങ്കടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം വരുമ്പോൾ പെയിൻ വരുമ്പോൾ പലരും പല രീതിയിൽ പ്രതികരിച്ചെന്ന് വരും. പക്ഷേ വി ഷുഡ് നോട്ട് ലൂസ് അവർ കൂൾനെസ് ആൻഡ് വി ഷുഡ് റിപ്ലൈ ഇൻ എ പ്രോപ്പർ വേ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ റഫായിട്ടുള്ള ഒരു കസ്റ്റമർ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അപ്രീഷിയേറ്റ് ഹിം, ലിസൺ ടു ഹിം കെയർഫുള്ളി. അയാൾക്ക് എന്താണോ പറയാനുള്ളത് അത് കറക്റ്റായിട്ട് കേൾക്കുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ജോബിൽ അന്ന് കസ്റ്റമർ കെയർ ജോബിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നൊരു കാര്യം, ലിസൺ കംപ്ലീറ്റ്ലി. അവർ ഇങ്ങോട്ട് ചൂടായി സംസാരിക്കുമ്പോൾ അങ്ങോട്ട് കയറി സംസാരിക്കാൻ പാടില്ല. ഒരു ഉപദേശം തരികയാണ്, ഒരു നിർദ്ദേശം തരികയാണ്, അല്ലെങ്കിൽ ചൂടാവുകയാണ്, അല്ലെങ്കിൽ നമ്മളെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്, അങ്ങോട്ട് കയറി സംസാരിക്കാൻ ശ്രമിക്കും. ഇപ്പം ഇന്നലെ തന്നെ ഞാനും നമ്മുടെ സെയിൽസ് ഹെഡായിട്ടുള്ള നസീഫും എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള നസീഫും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയ സമയത്ത് അവിടെ ഉള്ള ഒരു എന്താ പറയുക, അവിടെ ഭക്ഷണം അടിപൊളിയാണ്, പക്ഷേ അവിടുത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നും സുഖമില്ലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഓണറെ വിളിച്ചു, ടേബിളിൽ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും, ഫീഡ്ബാക്ക് കൊടുക്കാൻ തുടങ്ങി, ഞങ്ങളിങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവരുടെ കച്ചവടം കൂടാൻ വേണ്ടിയില്ല. പക്ഷെ പുള്ളിക്കത് അപ്പോഴേക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുള്ളി തിരിച്ച് ന്യായീകരണങ്ങൾ പറയാൻ തുടങ്ങി, എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ദിസ് ഈസ് ഫോർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ പുള്ളിയോട് പതിയെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം വെച്ചാൽ പുള്ളിയും നമ്മളെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ഒരാളൊരു കംപ്ലയിൻസ് പറയുമ്പോൾ അവിടെ തിരുത്താൻ വേണ്ടി ശ്രമിക്കരുത്. അവിടെ എന്താ പറയുക വെച്ചാൽ ആൾ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ലിസൺ. ആൾ പെയിനിലാണ്, ആൾ വിഷമത്തിലാണ്, ജസ്റ്റ് ലിസൺ. അത് ഫിനിഷ് ചെയ്യുക. ആ ലിസൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം ആളുടെ നല്ല രീതിയിൽ ആളൊന്ന് കാമാക്കിയതിന് ശേഷം കംപ്ലീറ്റ് കേട്ടാൽ തന്നെ അതൊക്കെ പകുതി ആശ്വാസമായി, എൻ്റെ കേട്ടല്ലോ, എന്നെ മനസ്സിലാക്കിയല്ലോ. എന്നിട്ട് പറയാം, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എന്താ വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അംഗീകരിക്കുന്നു എന്ന് പറയണമെന്നില്ല, നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് സാറിന് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അവിടെ നല്ല റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് സംസാരിച്ച് കംഫർട്ടബിൾ ആയതിനു ശേഷം നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളുടെ എന്തെങ്കിലും പ്ലസ് പോയിന്റ്സ് എടുത്ത് പറയുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റി, താങ്ക് യു സോ മച്ച്. അതല്ലെങ്കിൽ പറയാം, ഇങ്ങനെ മറ്റു പലരൊന്നും പറയാറില്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വളരെ നന്നായി, കാരണം ഇതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾക്ക് തെറ്റുകൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് തന്നത് വളരെ ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ക്രിറ്റിസിസം ആവട്ടെ അല്ലെങ്കിൽ ചൂടാവുന്നതായിട്ട് ഇതിനെ ഇങ്ങനെ രീതിയിൽ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടായി വന്ന കസ്റ്റമർ തണുക്കുമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ചൂടായതിനുള്ള കുറ്റബോധം വരെ ഉണ്ടാകും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് വെൻ ഇറ്റ് കംസ് ടു ഡീലിംഗ് ദ റഫ് കസ്റ്റമർ ഇൻ എ റൈറ്റ് വേ. സോ യു ക്യാൻ ഡു ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു പ്രോഡക്റ്റ് പ്രൈസ് എങ്ങനെ ഏറ്റവും റീസണബിൾ ആയി ഇടാൻ പറ്റും? ഒരു പ്രോഡക്റ്റ് പ്രൈസ് എങ്ങനെ റീസണബിൾ ആയിട്ട് ഇടാൻ പറ്റും? ഒരു പ്രോഡക്റ്റ് പ്രൈസ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇതാരാണ് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ, ഇതാർക്കാണ് ആവശ്യമുള്ളത്. എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും ഉള്ളതല്ല. അപ്പോൾ നമ്മൾ കസ്റ്റമർ തീരുമാനിക്കുന്ന സമയത്ത് സൈക്കോഗ്രാഫി, ഡെമോഗ്രാഫി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഏജ്, അതേപോലെ തന്നെ സെക്സ്, അദ്ദേഹത്തിൻ്റെ ഇൻകം, അദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ, അദ്ദേഹത്തിൻ്റെ ഫാമിലി സൈസ്, അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ കസ്റ്റമർ ആരാണ്, ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണോ, ഇത്ര വരുമാനമുള്ള ഒരാളാണോ, അപ്പോൾ അങ്ങനെയുള്ള ആ വരുമാനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അയാളുടെ കറക്റ്റ് അതിന് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് സെല്ല് ചെയ്യുന്നത്? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഷാഫി സ്പേസിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 28 വയസ്സിൻ്റെയും 45 വയസ്സിൻ്റെയും ഇടയിലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സ്. ഈ ഐഡിയൽ കസ്റ്റമേഴ്സിൽ തന്നെ ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഐഡിയൽ കസ്റ്റമേഴ്സായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒരു അത്യാവശ്യം ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ റൺ ചെയ്തിട്ട് ഒരു സർവൈവൽ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളും ട്രെയിനിങ്ങുകളാണ് ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മുടെ ബിസിനസ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കുറേ സ്ട്രഗിൾ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, അത്യാവശ്യം കുഴപ്പമില്ല, സർവൈവ് ചെയ്തു, പ്രോഫിറ്റിലേക്ക് പതിയെ കടന്നു വന്നു, ഈ പ്രോഫിറ്റ് ആയിട്ടുണ്ട്, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് സ്കെയിലപ്പ് ചെയ്യാൻ അറിയില്ല, ബിസിനസ്സിൽ സിസ്റ്റം സൃഷ്ടിക്കാൻ അറിയില്ല, ഇങ്ങനത്തെ ഒരു അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, അതിലൂടെ എങ്ങനെ അവർക്ക് വലിയൊരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാം, നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സൊല്യൂഷൻ ഒരു കറക്റ്റ് കസ്റ്റമറിലേക്ക് എന്താണ് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ആ കറക്റ്റ് കസ്റ്റമറിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ കസ്റ്റമറുടെ പേയിങ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത്. ആ പേയിങ് കപ്പാസിറ്റി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡോണ്ട് സെൽ ടു
പൂവർ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ചീപ്പ് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിൽക്കരുത്. യു ഹാവ് ടു സെൽ ടു റിച്ച് കസ്റ്റമർ. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കപ്പെടേണ്ടത് എന്ന് വെച്ചാൽ അത് പേയിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്കായിരിക്കണം. ഇനി അതല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അപ്പോൾ അത് ഒരു എല്ലായിടത്തും അത് അപ്ലിക്കബിൾ ആണെന്നല്ല, അല്ല ഇതൊരു സിനാരിയോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർക്ക് എന്തായിരിക്കണം, നല്ല സർവീസ് ഡിസൈൻ ചെയ്ത് വാല്യൂ ആഡ് ചെയ്തിട്ട് ആരും കൊടുക്കാത്ത യുണീക്ക് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലം കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ ചാർജ് ദം. ആ ചാർജിങ് എന്ന് പറയുന്നത് അവർക്ക് പേ ചെയ്യാൻ കേപ്പബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ദേ വിൽ പേ യു ദ മണി. പക്ഷേ ചില കേസിൽ നമ്മൾ എടുക്കേണ്ടി വരുമെന്ന് വെച്ചാൽ മാർക്കറ്റിലെ മറ്റുള്ള കോമ്പറ്റീഷൻ്റെ പ്രൈസും കൂടി നോക്കേണ്ടി വരും. അങ്ങനെ പ്രൈസും കൂടി നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൈസ് നിശ്ചയിക്കാം. കമ്പാരിറ്റീവ്ലി എന്ന് വെച്ചാൽ ആവറേജ് മാർക്കറ്റിലെ ഒരു പ്രൈസ് എത്രയാണ്, ഇത്രയൊക്കെയാണ്, അതിനനുസരിച്ച് നോക്കാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും റെഡ് സീൽ എന്ത് ചെയ്യരുത്, കളിക്കരുത്. റെഡ് ഓഷ്യനിൽ നമ്മൾ കളിക്കരുത്. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. നമ്മുടെ റൈറ്റ് കസ്റ്റമർ ആരാണ്, ആരും പോകാത്ത ആ റൈറ്റ് കസ്റ്റമർ ഉണ്ടാവും, അയാളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇവിടെ ഒരു ചായ തന്നെ നമുക്ക് ഒരു ചായക്ക് എത്ര രൂപ ഇപ്പോൾ? 10 രൂപ. 10 രൂപയ്ക്കും ചായ കുടിക്കാം, 356 രൂപയ്ക്കും ചായ കുടിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അവിടെ പ്രൈസിങ് എന്താണ് വ്യത്യാസം വരുന്നത്? അവർ ആർക്കാണ് സെല്ല് ചെയ്യുന്നത്? 10 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരാൾ, സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക്, അയാൾക്കൊരു ചായയാണ് കൊടുക്കുന്നത്. എന്നാൽ 356 രൂപയ്ക്ക് വിൽക്കുന്ന ഒരാൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടലിലോ ഒക്കെ ചിലപ്പോൾ അത്രയും പ്രൈസ്, 5 സ്റ്റാർ ഹോട്ടലിൽ ആ പ്രൈസ് വരും. ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ അവിടെ അവർ വിൽക്കുന്നത് എന്തല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചായയല്ല, മറിച്ച് അവർ വിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? നോ, ഡോണ്ട് ബ്രാൻഡ്. അവർ വിൽക്കുന്നത് യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. കസ്റ്റമർക്ക് ലഭിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, എക്സ്പീരിയൻസിനാണ് അവിടെ വില വരുന്നത്. അതും ആർക്കാണ് വിൽക്കുന്നത്? ഈ സാധാരണക്കാർ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? നോ. അവർ പ്രതീക്ഷിക്കുന്നത് മിനിമം ഇത്ര പേയിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ മാത്രമാണ്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു പുട്ട് യുവർ പ്രൈസ് ഫോർ യുവർ കസ്റ്റമേഴ്സ്. ഐ തിങ്ക് ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. കസ്റ്റമർ നിങ്ങളുടെ റേറ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാം? കസ്റ്റമർ റേറ്റ് കൂടുതലാണെന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാം? ഈ പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെ, നിങ്ങൾ കസ്റ്റമർ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ യു ആർ സെല്ലിംഗ് ടു റോങ് കസ്റ്റമർ. സോ ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളുടെ പ്രൈസ് കൂടുതലാണ് എന്ന് കസ്റ്റമർ പറയുന്നുണ്ടെങ്കിൽ അത് റോങ് കസ്റ്റമറാണ്. അപ്പോൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കസ്റ്റമർ അക്വിസിഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി റൈറ്റ് അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസിന് പേ ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ആരാണ്, അവരുടെ ഇൻകം എത്രയായിരിക്കും, അവരുടെ ഒക്യുപ്പേഷൻ എത്രയായിരിക്കും, അവരുടെ ലൊക്കേഷൻ ഏതാണ്, അവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ്, സെക്സ് എന്താണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡാറ്റ എടുത്തിട്ട് അവരുടെ പെയിൻ പോയിന്റ്സ്, സൈക്കോഗ്രാഫി എന്ന് പറയും, അവരുടെ പെയിൻ പോയിന്റ്സ് എന്താണ്, എന്തൊക്കെ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്നു, അവരുടെ പെയിൻ പോയിന്റ്സ് മീൻസ് അവരുടെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്താണ്, അവരുടെ ഭയങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കൺസേൺസ് എന്തൊക്കെയാണ്, ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലേക്ക് വാല്യൂ ആഡഡ് സർവീസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് നിങ്ങൾക്ക്, യുണീക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ പ്രൈസ് ഒരിക്കലും കൂടുതലായിരിക്കില്ല. അപ്പോൾ കറക്റ്റ് കസ്റ്റമറിലേക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് വരില്ല. ഒന്ന്, ഇനി ഈ കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ ചില കസ്റ്റമേഴ്സ് ചിലപ്പം നല്ല ആ റൈറ്റ് ഓഡിയൻസിലേക്ക് ആണെങ്കിൽ പോലും ചിലപ്പോൾ കസ്റ്റമേഴ്സ് ചിലപ്പം കുറവ് വേണം എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവർ എഡ്യൂക്കേറ്റഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിന് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ബേസ്ഡ് റിലേഷൻഷിപ്പ് സെല്ലിംഗ് ആണ്. ഇപ്പോൾ ഷാഫി ഇൻസ്പേഴ്സിൻ്റെ കോഴ്സിന് കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നത് പക്ഷേ നല്ല പ്രൈസ് കൂടുതലാണ്. എന്നാൽ ചില ആൾക്കാർ പറയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. അപ്പോൾ എന്താ വെച്ചാൽ അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കറക്റ്റായിട്ട് കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യണം. എന്തുകൊണ്ട് പ്രൈസ് കൂടുതലാണ്, ഇതെന്തുകൊണ്ട് യുണീക്കാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 50 രൂപ ലാഭം കിട്ടിയാൽ മതിയോ, പ്രൈസ് കുറച്ചിട്ട്, അല്ലെങ്കിൽ 100 രൂപ ലാഭം കിട്ടിയാൽ മതിയോ? അതല്ല, നിങ്ങൾക്ക് ഇന്ന് ആ ലാഭം കിട്ടി, പക്ഷേ നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഫുഡാണെന്ന് വെച്ചോളൂ, ഫുഡാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുതലാണ്. വാട്ട് ഇസ് ദാറ്റ്? എടുത്ത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് ഗൈസ്, എന്താ പറയുക അതിനൊക്കെ? ഒരു വീഡിയോ ചെയ്യുമ്പം കിടന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ആരുടെ ഫോണാണത്? ഓക്കെ, എനിവേ ലെറ്റ്സ് ഗോ. ആരെയും കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. റോങ് കസ്റ്റമർ, റൈറ്റ് കസ്റ്റമർ,
Wrong team member. Let's go to the show. What was the question? I just told you. It was about the quality of like you know എന്നെ പറ്റി പറയുന്നത് കസ്റ്റമർ നിങ്ങളുടെ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നത് എങ്ങനെ പ്രതിരോധിക്കും? ഞാനത് പറഞ്ഞ് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? ക്വാളിറ്റി ലൈക്ക് യു നോ എഡ്യൂക്കേറ്റ് ദം അബൌട്ട് ദ ക്വാളിറ്റി. യെസ്, എഡ്യൂക്കേറ്റ് അബൌട്ട് ദ ക്വാളിറ്റി. നമ്മള് ലാസ്റ്റ് പറഞ്ഞ എവിടെ എത്തി? ഫുഡിന്റെ എക്സാമ്പിൾ പറയാൻ വരുമായിരുന്നു സർ. സോ ഒരാളുടെ ഒരു വെച്ചാൽ ഫുഡിന് എന്ത് ചെയ്യാണ്, റേറ്റ് കൂടുതലാണെന്ന് ഒരാൾ പറയാണ്. അപ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ചീപ്പായിട്ടുള്ള റേറ്റിന് ഫുഡാണ് കിട്ടേണ്ടത്. അതിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഫുഡ് വേണം. ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു വൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല ഹെൽത്തി ഫുഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അജിനാമോട്ടോ ഇടാത്ത അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ നിങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്ത് ഫുഡാണ് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കസ്റ്റമറോട് അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ കസ്റ്റമർ പറയും, എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല എന്താ പറയുക, നീറ്റായിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഫുഡ് വേണം. കാരണം എൻ്റെ ഹെൽത്ത് എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇത് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇപ്പോൾ നമുക്കൊരു 50 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷേ ആ 50 രൂപ നിങ്ങൾക്കിപ്പോൾ എന്താണ്, ലാഭമാണ്. ഞങ്ങൾക്ക് ആ 50 രൂപ നിങ്ങൾ തരികയാൽ നിങ്ങൾക്കിപ്പോൾ 50 രൂപ നഷ്ടമായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ 50 രൂപ നിങ്ങൾ നഷ്ടമാണെന്ന് പറയുന്നതും, എന്നാൽ ചീപ്പായിട്ടുള്ള ഫുഡ് കഴിച്ച് 50 രൂപ ഡിസ്കൗണ്ട് ലഭിച്ചുകൊണ്ട് ചീപ്പായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നാളെ 50,000 രൂപ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കും. അതല്ലെങ്കിൽ ഒരു 5,000 രൂപയെങ്കിലും മിനിമം ചെലവഴിക്കേണ്ട, ഹോസ്പിറ്റൽ ബില്ലിന് ചെലവഴിക്കേണ്ട അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. ഇത്തരത്തിലുള്ള രീതിയിൽ അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി you can sell your price and definitely they will be educated and they will be comfortable with the price. I think that is really helpful. Yeah, it is. Oh, idu parayanannundengil okay. You know, you spend almost half an hour in one person's question. You give that much importance to one question. Half an hour? Yeah. This is half an hour? 18 minutes, yeah, almost half an hour, yeah. Good. Yeah, that we care about you. Razan, we care about you. You must subscribe, okay? Otherwise, I'm gonna come and kick your ass. I think he is a subscriber. He's a subscriber? Yeah. All right, then we love you. അടുത്തത് 2 ചോദ്യങ്ങൾ ഒരേ തീമിൽ വന്നിട്ടുണ്ട്. സോ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അതെ, ഹൗ ടു മാനേജ് ക്യാഷ് ഫ്ലോ ഇൻ ബിസിനസ് എജി ചോദിക്കുന്നതാണ്. പിന്നെ ലൈക്ക് ഒരു ചോദ്യം ചോദിക്കുക പ്ലീസ്. The same thing. The next question is also how to improve the financial strength in a company. Who is asking that? This one both came from different places. One in WhatsApp and one in Instagram. Same person? No, it's 2 different people, but the same theme. Same theme. Then ask me, select one question. That's how it. to improve the financial strength in a company. Okay, how to improve the financial strength in a company? Okay, who is asking that? Mohammed. Hi, Mohammed. ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു പേഴ്സൺ, ആദ്യത്തെ ടീം മെമ്പർ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടൻ്റാണ്. കാരണം ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മണി ഫ്ലോ ആണ്. പണം വന്നില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ മണി ഫ്ലോ മാത്രം പോരാ, ആ മണി മാനേജ്മെൻറ്റ്, ആ ക്യാഷ് ഫ്ലോ നിലനിർത്തുകയും അതിന് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്കെന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി നമ്മൾ ഒരു മടിയും കൂടാതെ അത് ജനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ പ്രൊമോഷൻ്റെ മുൻപ് നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യം എന്താ, ഏറ്റവും നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നല്ല പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കസ്റ്റമർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ മോറൽ റെസ്പോൺസിബിലിറ്റി ദാറ്റ് you should sell that product to the customer. കസ്റ്റമർക്ക് അത് സെല്ല് ചെയ്യണം, കസ്റ്റമർക്ക് അത് എത്തിച്ചു കൊടുക്കണം. ബിക്കോസ് ദാറ്റ് പ്രോഡക്റ്റ് വിൽ സോൾവ് ഹിസ് പ്രോബ്ലംസ്. അപ്പം അതുകൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അവരിലേക്ക് എത്തിക്കൽ നമ്മുടെ ആർമിത്തരവ്. അത് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻസും ക്യാമ്പയിൻസും മാർക്കറ്റിങ്ങും എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
ഡെഫിനറ്റ്ലി ഒരു സംശയമില്ല ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടിരിക്കും. ആ ക്യാഷ് ഫ്ലോ വന്നാൽ മാത്രമേ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. ആ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് വന്ന ക്യാഷിന് എന്ത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്, മിസ്മാനേജ് ചെയ്യുന്നില്ല, മിസ്യൂസ് ചെയ്യുന്നില്ല, അബ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. എന്നിട്ട് എന്താ പറയുക വെച്ചാൽ ഇത് ഓരോ മാസം വരുമ്പോഴും പലപ്പോഴും പല കമ്പനികളും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പലരും ചെയ്യുന്ന മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓരോ മാസവും വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ വരുമാനം എടുക്കും. ഇല്ല, ഓണർക്ക് പോലും ആ കമ്പനിയിൽ നിന്ന് സാലറി അല്ലാതെ വേറെ ഒന്നും തോന്നിയത് എടുക്കാൻ പറ്റുന്ന ഒരു നിയമം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ഫിക്സ് ചെയ്യുക. ആ എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബാക്കി അതിന് എക്സ്ട്രാ എടുക്കുന്നുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് തിരിച്ചടക്കാൻ ഓണർ ആണെങ്കിൽ പോലും ലയബിൾ ആണ് എന്നുള്ള തരത്തിൽ, അതായത് അവൻ അതൊരു ബാധ്യസ്ഥനാണ് എന്നുള്ള ആ ഒരു കടബാധ്യത വ്യക്തിപരമായിട്ട് ആ ഓണർ അനുഭവിക്കേണ്ട ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യണം, അതിൽ എഴുതപ്പെട്ടിട്ടുള്ള റൂളുകൾ വേണം. അങ്ങനെ നമ്മളെന്ന് വെച്ചാൽ ഒരു NNS നോൺ നെഗോഷ്യബിൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. ഈ കമ്പനിയിൽ വരുന്ന പണം ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ മാസത്തിൽ ഈ അതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യലി നമ്മൾ ആഴ്ചയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സിറ്റിംഗ് ഇരിക്കണം. അത് സിറ്റിംഗ് ഇരുന്ന് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് കറക്റ്റ് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് എ പേഴ്സൺ ഓൺ ദ ബോർഡ്. ഓക്കെ, ഒരാൾ അതിന് പറ്റിയിട്ടുള്ള റൈറ്റ് പേഴ്സൺ എന്ത് ചെയ്യുക, ടീമിലേക്ക് കൊണ്ടുവരിക, പുള്ളി ചെയ്യട്ടെ. അത് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ മന്തിലെയും ടാർഗറ്റുകൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. നിങ്ങളുടെ കമ്പനിയിൽ ഇത്ര മിനിമം സെയിൽസ് നടക്കണം, ഈ കമ്പനി ഈ ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇന്ന സംഭവങ്ങൾ നടക്കേണ്ടതിന് ഒരു ബ്രേക്ക് ഈവൻ അനാലിസിസ് കറക്റ്റായിട്ട് നടത്തിയിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എത്രയാണ് ഞാൻ സെല്ല് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ടാർഗറ്റ്, അത് പ്രോഫിറ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എത്ര വേണം, കാര്യങ്ങൾ ഇങ്ങനെയുള്ള കറക്റ്റായിട്ട് നടത്തുക. പ്ലസ് എപ്പോഴും എന്ത് ചെയ്യുക, ഒരു റിസർവ് ഫണ്ട് കമ്പനിയിലേക്ക് എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 6 months കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ട്, ഇയർലി ആണ് മെയിൻലി ചെയ്യുന്നത്, ഇയർലി നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പനിയുടെ കംപ്ലീറ്റ് പ്രോഫിറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ആ ഇയർലി പ്രോഫിറ്റിൽ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു നിശ്ചിത സംഖ്യ ഇത്ര പെർസെൻറ്റേജ് 20% അല്ലെങ്കിൽ 10% എത്രയാണെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യണം, കമ്പനിയിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ഇത് ഇങ്ങനെയുള്ള രീതിയിൽ പല മെത്തേഡിലൂടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് ഇസ് ദ വേ യു ക്യാൻ ഡു. നെക്സ്റ്റ് എന്താണ്, വേറെ കാര്യം കൂടി ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രം സെല്ല് ചെയ്യാതെ ഒരു മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല പ്രോഡക്ട്സുകളും സിമിലർ ആയിട്ടുള്ള പല പ്രോഡക്ട്സുകളും സെയിം കസ്റ്റമറിന്, നമ്മളുടെ തന്നെ പ്രോഡക്റ്റ് വാങ്ങുന്ന സെയിം കസ്റ്റമറിന് ചിലപ്പോൾ ചില പ്രോഡക്റ്റുകൾ അനുബന്ധ പ്രോഡക്റ്റുകളും കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം സ്ട്രീം കൂട്ടാൻ പറ്റും. So you can also do the same like that. Okay, next question please. നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്ന ചോദ്യമാണ്, എങ്ങനെ ഷാഫി ഇൻസ്പയേഴ്സിന്റെ കോഴ്സുകളിൽ പങ്കെടുക്കാം? നസീർ ചോദിക്കുന്നു. Who asked that? നസീർ. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ വന്നിരിക്കുന്ന, അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള, അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് താഴെ നസീർ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നസീർ എന്ന് ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം എന്ന് വെച്ചാൽ, എങ്ങനെ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നമ്മുടെ ഓരോ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു നമ്പറുണ്ട്, ആ നമ്പറിൽ വിളിച്ചാൽ മതി. 8086880774 എന്ന നമ്പറിൽ. ഒന്നുകൂടെ പറയാം, 8086880774. ഈ നമ്പറിൽ വിളിക്കുക, വിളിച്ചിട്ട് എന്ത് ചെയ്യുക, സീറ്റ് ബുക്ക് ചെയ്യുക. ഡു യു നോ ദാറ്റ് നമ്പർ? ക്യാൻ യു സേ ദാറ്റ്? 8086 എന്തൊക്കെയോ 880 777 Next time you teach it. Okay, you learn it. Okay. Let's go. Okay. See. Okay. All right, let's go. Okay. ഇത് നമ്മളുടെ ഒരു പേര് കൊടുത്തിട്ടില്ല, ബട്ട് സർ ഞാനിപ്പോൾ ദുബൈയിൽ ഒരു സലൂണിൽ വർക്ക് ചെയ്യുന്നു 2 വർഷമായി. എൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ചില കസ്റ്റമർ വരുമ്പോൾ അവരുടെ വർക്ക് എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വർക്ക് പൂർത്തീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. He hasn't given a name though. Can you ask that question again? He is working in Dubai since ഒരു സലൂണിൽ വർക്ക് ചെയ്യാണ് 2 വർഷമായി. ആളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കസ്റ്റമർ വരുമ്പോൾ he gets very tensed. So he is like അവരുടെ വർക്ക് ഏറ്റെടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് എനിക്ക് ആ വർക്ക് പൂർത്തീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. Like സലൂണിൽ വർക്ക് ചെയ്യാണ്. I think he is a barber. Okay. So ചിലപ്പം ഒരു ബാർബർ ആവും, whatever, I don't know what you are. Hair stylist. Okay, we should respect hair stylist. So I respect them. കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള 2 കാര്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 ആൾക്കാർ. ഒന്നെന്ന് പറയുന്നത് വെച്ചാൽ, എനിക്ക് ഭക്ഷണം തരുന്ന ആരാണോ, പ്രത്യേകിച്ച് ഹോട്ടൽ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ നല്ല ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ഐ ലവ് ദം.
Okay, that is most important thing. And another one is like, you know, my hair and makeup, especially like hair cutting and all those kind of things. സോ സലൂൺസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് പാഷനാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ മുഖത്തെ സൗന്ദര്യം കൂട്ടുന്ന ഒരു ജോലിയാണ്, അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ എപ്പോഴും എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സലൂണിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. കാരണം പല സലൂണിലും നല്ല സർവീസ് അല്ല ഉള്ളത്. വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് പാഷനേറ്റായിട്ട് മുടി വെട്ടുന്നവരെ അല്ലെങ്കിൽ എന്താ പറയുക. അപ്പം നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്, ഫൈസൽ എന്ന് പറയും, ഫൈസൽ കാവനൂർ. അപ്പം നമ്മുടെ കാവനൂർ ടൗണിൽ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് ഒരുപാട് പേര് ഞാൻ അവിടേക്ക് പറഞ്ഞു വിടാറുണ്ട്. ബിക്കോസ് ഐ ലവ് ദാറ്റ് ഗായ്. പുള്ളി അടിപൊളിയാണ്, പാഷനേറ്റാണ്, എത്ര സമയം വേണമെങ്കിലും എടുത്തിട്ട് ചെയ്തു തരും. അങ്ങനെ പാഷനേറ്റായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് ആക്ച്വലി. പക്ഷേ നമുക്ക് ക്വസ്റ്റനിലേക്ക് പോകാം. ചില കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുമ്പോൾ ആൾ ടെൻസ്ഡായി പോകും അല്ലേ. അപ്പോൾ ടെൻസ്ഡായി പോകുന്നതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഞാൻ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അതാദ്യം മനസ്സിലാക്കുക. കസ്റ്റമർക്ക് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം, കാരണം എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമർക്ക് ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അവരെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക, അവരോട് വളരെ സോഫ്റ്റായിട്ട് എന്ത് ചെയ്യുക സംസാരിക്കുക, എന്താണ് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക, എങ്ങനെയാണ് വേണ്ടത്. എന്നിട്ട് ടൈം എടുത്ത് നല്ല റിലാക്സ് ചെയ്ത് അവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ ടൈം എടുത്തിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവരെ കംഫർട്ടബിൾ ആക്കണം എന്നുള്ളതാണ്. അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഇങ്ങനെ മതിയോ, കൂടുതൽ തവണ ചോദിക്കുക, ഇതൊക്കെയാണോ, ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുക. അത് മാത്രമല്ല, ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ, ഒരു മസാജോ, ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് അലൗഡ്, ഒരു ഹെഡ് മസാജോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫേഷ്യലോ, അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ. ഇഫ് യു ആർ എ ഗിവർ then you are more confident. If you are a taker then you are less confident. That is the game of confidence. എപ്പോഴും നമ്മളൊരു ഗിവർ ആയിരിക്കുക, നമ്മൾ കൊടുക്കുന്ന ഒരാളായിരിക്കാം. കൊടുക്കുന്നവൻ എപ്പോഴും എന്തുണ്ടാകും, കോൺഫിഡൻസ് കൂടുതലായിരിക്കും. എപ്പോഴും എടുക്കുന്നവന് എനിക്ക് വേണം, എനിക്ക് കിട്ടണം എന്നുള്ള ചിന്താഗതിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്നിലേക്ക് ചുരുങ്ങുന്നു, ഞാനിലേക്ക് ചുരുങ്ങുന്നു. ആ ചുരുങ്ങുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. അയാളെക്കുറിച്ച് കൺസേൺഡ് ആണ്. പക്ഷേ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ ബെസ്റ്റ് സർവീസ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക, കസ്റ്റമറെ കാണുക. കസ്റ്റമറെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഷോപ്പ് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെക്കുക. നിങ്ങൾ ചിലപ്പോൾ അവിടെ ജോലിക്കാരനാവാം, അതാണെങ്കിലും നിങ്ങളുടെ സ്പേസ്, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പരമാവധി എന്ത് ചെയ്യുക, സിൻസിയറായിട്ട് അതിനോടൊരു പാഷൻ, ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുക. ബിക്കോസ് യു ആർ ക്രിയേറ്റിംഗ് ബ്യൂട്ടി, യു ആർ എൻ ആർട്ടിസ്റ്റ്, യു ആർ നോട്ട് ഈവൻ എ ബാർബർ, യു ആർ മോർ ദാൻ എ ഹെയർ സ്റ്റൈലിസ്റ്റ്, യു ആർ എൻ ആർട്ടിസ്റ്റ്. സോ യു ഡു യുവർ വർക്ക് ഇൻ such a way that an artist creates his craft. So it is a craft. That's what you are doing on people's face and on head. So that's the way you should see your work, and when you can see that, you will enjoy doing it, and they will also enjoy sitting there and getting that experience from you. And that's the way you can create an amazing wow experience for them, and they will be so happy, and they will tell your name. They will bring more customers to you. By doing that, you will be getting more and more confidence. Is it helpful? Yeah. Do you think? Yeah, I do think so. Yeah, that's good. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്വസ്റ്റിന് പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ബിസിനസ്സിലെ ആശയങ്ങളുണ്ട്, പക്ഷേ തുടങ്ങാൻ ഒരു ധൈര്യം കിട്ടുന്നില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ. ബിസിനസ്സിൽ ആശയങ്ങളുണ്ട്, തുടങ്ങാനൊരു ധൈര്യം കിട്ടുന്നില്ല. തുടങ്ങേണ്ട മോനെ, ധൈര്യമില്ലാതെ തുടങ്ങാൻ പറ്റുന്ന പരിപാടിയല്ല ഈ ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ ധൈര്യമില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ഉള്ളിൽ ചെറിയൊരു അംശം പേടിയുണ്ടാകും. പക്ഷേ ആ അംശത്തെക്കാട്ടിലും മുകളിൽ ഇത് വർക്കൗട്ട് ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടാകും. ആ പ്രതീക്ഷയെ എംബ്രേസ് ചെയ്യാൻ പറ്റണം. അത് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യു ഷുഡ് നോ യുവർ പ്രോഡക്റ്റ്. ആശയമുണ്ടായാൽ പോരാ, ആ ആശയത്തിലേക്ക് ധൈര്യം വരണം എന്നുണ്ടെങ്കിൽ ആ ആശയത്തെ നല്ല ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ കഴിയണം. കസ്റ്റമർ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടുമെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അയാൾക്ക് ഇത് ഉപകാരപ്പെടും. ശരിക്കും ഹി വിൽ ബി ഹാപ്പി, സാറ്റിസ്ഫൈഡ്, ബിക്കോസ് ഐ ആം സോൾവിങ് ദിസ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഈ ഒരു പ്രത്യേക പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്, അത് എൻ്റെ ഈ ഒരു സർവീസ് കൊണ്ട് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊണ്ട് പോസിബിൾ ആണ് എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ ദാറ്റ് മീൻസ് യു ബിലീവ് ഇൻ ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ആ വിശ്വാസം ഉണ്ട് എങ്കിൽ, ആ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ഡൗട്ട് ഉണ്ടാവില്ല, ഈ പേടി ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, പലപ്പോഴും ചില ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട്
you start your business, you grow some, then you go down, then you go up, you go down, you go up, you go down. This is journey will be there. 4 വട്ടം ഓഫീസ് തുടങ്ങി ബിസിനസ് പൂട്ടിയ ഒരാളാണ് ഞാൻ. ഓക്കെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരാളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, എനിക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഹോപ്പാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നും, ഉള്ളിലോട്ട് ചോദിക്കണം, am I ready for it? അപ്പോൾ റെഡി അല്ല എന്നുള്ളിൽ നിന്ന് ഫീൽ വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പേടി വരുന്നുണ്ടെങ്കിൽ പഠിക്കണം, ഫർദർ പഠിക്കണം. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിനെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ചിലപ്പോൾ പ്രോഡക്റ്റ് ആയിരിക്കില്ല പ്രശ്നം, ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്ന് അറിയില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിനാൻസിൻ്റെ കാര്യത്തിലായിരിക്കാം പ്രശ്നം, ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെയിൽസുമായി ബന്ധപ്പെട്ടായിരിക്കും പ്രശ്നം, ചിലപ്പോൾ നിങ്ങൾക്ക് സർവീസ് കറക്റ്റായിട്ട് കൊടുക്കാന്നുള്ള പേടിയായിരിക്കാം. വാട്ട് ഈസ് ദാറ്റ് യു ആർ സ്കെയർഡ് ഓഫ്? And face it. Find a solution for that problem. By doing that, you can overcome your fear and you can get confidence, and definitely it will improve your business, and so that you can. അത് എന്നാണോ നിങ്ങൾക്ക് വരുന്നത്, ആ വരുന്നത് വരെ പഠിക്കാൻ തയ്യാറാവും. മിനിമം ഒരു 6 മാസമെങ്കിലും ഒരു ആശയം നമ്മൾ എടുത്തിട്ട് അതിനെ മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ള രീതിയിലുമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരു ആശയം വന്നു കഴിഞ്ഞാൽ അത് സ്വന്തം ഐഡിയ ആണ്, ഓക്കെ നല്ലതാണെന്ന് സ്വയം തോന്നിയാൽ പോരാ. പലരോടും ബ്രെയിൻ സ്റ്റോമിങ് നടത്തുക, ഒരുപാട് ആൾക്കാരോട് കാണുക, ചോദിക്കുക, സംസാരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ട്രൈ ടു ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം അതർ പീപ്പിൾ ഓൺ യുവർ ഐഡിയാസ്. അത് വേറൊരാളും ഐഡിയ കോപ്പി ചെയ്യൂല, അത് പേടിച്ചിട്ട് അത് ചോദിക്കാതിരിക്കരുത്, ഷെയർ ചെയ്യാതിരിക്കരുത്. ഇറ്റ്സ് നോട്ട് ദ ഐഡിയ, ഇറ്റ് ഈസ് ദ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ ഈസ് ദ കിങ് ആൻഡ് ഐഡിയാസ് ആർ ഷിറ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ യു ഗെറ്റ് കോൺഫിഡൻറ്റ് ബൈ ആസ്കിംഗ് മോർ ക്വസ്റ്റ്യൻസ് to the right people, and they will give you right feedbacks, and which is going to help you to make your product and your idea and better, so that you can execute in a better way. Execution is the key. Done with the question? All right. And I think it was a really, how was today's episode? What do you think? Yeah, it was a good episode. Good episode? Yeah. Maybe because of the energy. Really? It was always there. No, the questions are really good one, and I am really passionate about all the questions. അപ്പം അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മാക്സിമം പരമാവധി ആൾക്കാരിലേക്ക്, ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കീപ് സപ്പോർട്ടിങ് അസ്. ഡെഫിനറ്റ്ലി വി വിൽ കം അപ്പ് വിത്ത് മോർ ഷോസ് and more interviews, more vlogs, and definitely you are going to love this channel if you are doing a businessman. And ബിസിനസ്മാൻമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ചോദിച്ചോളൂ. നമ്മുടെ ടീം എന്ത് ചെയ്യാം, അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. I will be answering the questions, and definitely our team will be collecting the questions and coordinating, and we will be answering those questions. Anyway, see you later. Thank you so much for asking, and thank you so much for staying till the end. If you stayed till the end, you are awesome. So you are inspiring us. Wish you all the very best. See you. Bye. That's it.